ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ ചിത്രം ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ. കോളിൻ കെയർനസ്, കാമറൂൺ കെയർനസ് എന്നിവർ ചേർന്ന് കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ഇംഗ്ലീഷ് ഹൊറർ ചിത്രത്തിന്റെ എൻഡിങ് എക്സ്പ്ലനേഷനും റിവ്യൂവുമാണ് ഈ വീഡിയോ. ഒരു ഗംഭീരമായ, വളരെ യുണീക്ക് ആയിട്ടുള്ള, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹൊറർ ചിത്രം. ഈ ഫൗണ്ട് ഫുട്ടേജ് ഹൊറർ മൂവി എന്ന ഒരു സ്റ്റൈലിലാണ് ഈ പടം എടുത്തിട്ടുള്ളത്. 1977 ഒരു ലേറ്റ് നൈറ്റ് TV ഷോയിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് പടത്തിന്റെ പ്ലോട്ട് എന്ന് പറയാം. ശരിക്കും അങ്ങനെയുള്ള ഒരു ഷോ കണ്ട ഒരു പ്രതീതിയാണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവുക. പടത്തിന്റെ നീളവും അത്രയൊക്കെ ഉള്ള ഒരു ഷോ കാണുന്നത് പോലെ ഒരു 1.5 മണിക്കൂർ മാത്രം. സിനിമയുടെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്കൊരു രോമാഞ്ചിഫിക്കേഷൻ ഒക്കെ തോന്നുന്നത് പോലെയുള്ള വളരെ ഭയപ്പെടുന്ന വിധത്തിലാണ് പടം കൊണ്ട് നിർത്തുന്നത്. ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത് തന്നെ വളരെ യൂണീക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യവുമാണ്. മേക്കിംഗ് ആണെങ്കിലും പൊളിയാണ്. പടത്തിന്റെ ഒരു ആസ്പെക്ട് റേഷ്യോ, അതുപോലെ ഇതിന്റെ കോസ്റ്റ്യൂംസ്, പിന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ, അതായത് കംപ്ലീറ്റ് ആർട്ട് വർക്ക് കണ്ടാൽ ഒരു പക്ക 70s എത്തിയ ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാവുക. അതുപോലെ ഡീറ്റെയിലിംഗിലൊക്കെ നന്നായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരുടെ പെർഫോമൻസ് ആണെങ്കിലും കിടുവാണ്. സോ സ്ഥിരം കണ്ടുമടുത്ത ഹൊറർ പടങ്ങളുടെ ഒരു ഫോർമാറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ഹൊറർ ക്ലീശകളെയൊക്കെ പൊളിച്ചെടുക്കിയ ഒരു ചിത്രം തന്നെയാണ് ലേറ്റ് നൈറ്റ് വിത്ത് ദ ഡെവിൾ. സത്യത്തിൽ പടത്തിന്റെ ആ ഒരു വിഷ്വൽസും ആ ഒരു ഫൗണ്ട് ഫുട്ടേജ് സ്റ്റൈലും ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കാണാതെ ഒന്ന് മാറ്റി വെച്ച ഒരു സിനിമയായിരുന്നു ഇത്. എന്റെ കപ്പ് ഓഫ് ടീ അല്ല ഫൗണ്ട് ഫുട്ടേജ് മൂവി എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് കാണാതിരുന്നെങ്കിൽ നല്ല നഷ്ടമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സോ നിങ്ങളും ഈ പടം ഇങ്ങനെ കാണാതെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്കൊരു നഷ്ടമേ ആവില്ല, നിങ്ങൾക്ക് ഒട്ടും നിരാശയും ഉണ്ടാവുകയില്ല. സോ ഞാനിതൊരു മസ്റ്റ് വാച്ച് ഹൊറർ പടമാണെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്യുകയാണ്. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തിയൊക്കെ ഉപയോഗിച്ച് പടം കാണാൻ കഴിയും. അപ്പോൾ അത്രയാണ് പടത്തിന്റെ ഒരു റിവ്യൂ പോലെ എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കാണണ്ട. കാരണം ഇത് ഈ പടത്തിന്റെ എൻഡിങ്ങിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറയുന്നത്. സോ കട്ട സ്പോയിലർ വിത്ത് സ്റ്റോറി ഉണ്ടാവും. സോ പടത്തിന്റെ കഥ എങ്ങനെയാണ്? ജായ്ക്കാണ് ഈ ഷോയുടെ അവതാരകൻ. അദ്ദേഹത്തിന്റെ നൈറ്റ് ഓൾ എന്ന ഒരു ലൈവ് ഷോ രാത്രി 12 മണിക്ക് ശേഷമാണ് ടിവിയിൽ കാണിക്കുന്നത്. ഈ TV പ്രോഗ്രാം വളരെ ഫേമസ് ആയിരുന്നു. പക്ഷെ അതേസമയം സംപ്രേഷണം ചെയ്യപ്പെടുന്ന ടുനൈറ്റ് ഷോ വിത്ത് ജോണി കാർസൺ എന്ന ഒരു ഷോയുടെ റേറ്റിംഗിന്റെ അത്രയും ഇതിന് ഇല്ലാതാനും. ജായ്ക്ക് പുള്ളിയുടെ സെലിബ്രിറ്റി കണക്ഷനൊക്കെ വെച്ച് കാലിഫോർണിയയിലെ പണക്കാരും വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെയും ഒക്കെ ദ ഗ്രോവ് എന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ സ്പെഷ്യൽ ക്യാമ്പിലൊക്കെ ഇടയ്ക്ക് പങ്കെടുക്കാറുണ്ട്. വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് പുള്ളിയുടെ ഭാര്യ മെഡ്ലൈന് ലങ് ക്യാൻസർ വരുന്നു. ഒരു എപ്പിസോഡിൽ ഭാര്യ രോഗാവസ്ഥയിൽ ഷോയിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും മെഡ്ലൈൻ മരിക്കുന്നു. പുള്ളി അത് കഴിഞ്ഞ് ഒരു മാസം ആകെ ഡിപ്രസ്ഡ് ഒക്കെ ആയിട്ട് പരിപാടി ചെയ്യാതെ മുങ്ങി നടക്കുകയായിരുന്നു. ഒരു മാസത്തിന് ശേഷം പെട്ടെന്ന് പുള്ളി പ്രത്യക്ഷനാവുന്നു. പുള്ളിയുടെ ഷോ വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും ഈ ഷോയുടെ റേറ്റിംഗ് ഒക്കെ വളരെ താഴ്ന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ പുള്ളി പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ വേണ്ടി, എങ്ങനെയെങ്കിലും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഹാലോവിൻ സ്പെഷ്യലായിട്ട് ഒരു ഭീകര ഐറ്റവുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. പ്രേതങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന കുറച്ച് എക്സ്പേർട്സിനെ പ്രോഗ്രാമിൽ സ്പെഷ്യൽ ഗസ്റ്റുകളായിട്ട് കൊണ്ടുവന്നുകൊണ്ട് അതിൽ പ്രധാനികളായിരുന്നു പാരാസൈക്കോളജിസ്റ്റായ ജൂണും അവളുടെ സബ്ജക്റ്റായ പ്രേതബാധ പിടിച്ച ലില്ലി എന്ന 13 വയസ്സുകാരിയായ കൊച്ചു പെൺകുട്ടിയും. ആത്മാക്കളുമായി സംസാരിക്കാനും സമ്പർക്കം ചെയ്യാനും കഴിവുള്ള അതുമായി ബന്ധപ്പെട്ട വേറെ 2 പേര് കൂടി, ക്രിസ്റ്റോയും കാർമൈക്കിലും ഈ ഷോയിൽ വരുന്നുണ്ട്. അതിൽ ക്രിസ്റ്റോ കറുത്ത നിറമുള്ള എന്തോ ഒരു സാധനം ഛർദ്ദിച്ചുകൊണ്ട് വയ്യാതാവുകയും പുള്ളിയെ ആശുപത്രിയിലേക്ക് സ്റ്റുഡിയോയിൽ നിന്ന് കൊണ്ടുപോവുകയും പോയ വഴിയിൽ തന്നെ ക്രിസ്റ്റോ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾ മരിച്ച കാര്യം പക്ഷേ ഷോയിലുള്ള മറ്റാരും അറിയുന്നില്ല, ജായ്ക്കും പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറും ഒഴിച്ച്. ലില്ലിയെ ബാധിച്ചിരുന്ന ഡെവിൾ യഥാർത്ഥമെന്ന് തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് അവളും ജൂണും ചേർന്ന് തുടർന്ന് കാണിക്കുന്നു. എങ്കിലും സ്റ്റേജിലുള്ള മൂന്നാമനായിട്ടുള്ള കാർമൈക്കിൾ എന്ന മാന്ത്രികൻ ഇതൊക്കെ കൺകെട്ട് മാത്രമാണെന്ന് പറയുന്നു. ഫുട്ടേജ് റീവൈൻഡ് ചെയ്തു നോക്കുമ്പോൾ അതിൽ മാഡ്ലൈന്റെ പ്രേതത്തിന്റെ രൂപവും കാണുന്നു. അപ്പോൾ കാർമൈക്കിൾ ഇതെല്ലാം ഷോയ്ക്ക് വേണ്ടി ജായ്ക്ക് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് ആരോപിക്കുന്നു. തുടർന്ന് ലില്ലി വീണ്ടും പ്രേതബാധ ഏൽക്കുകയും ആ പെൺകുട്ടിയെ ബാധിച്ചിരിക്കുന്ന ഡീമൻ അതിന്റെ ശക്തി കൊണ്ട് ആ സ്റ്റേജിലുള്ള കാർമൈക്കൽ, ജൂൺ ഉൾപ്പെടെ എല്ലാവരെയും കൊല്ലുകയും ചെയ്യുന്നു. അതോടൊപ്പം ഫൈനൽ ഷോട്ടിൽ ആ പെൺകുട്ടിയെ ജാക്ക് തന്നെ കുത്തിക്കൊന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ശരിക്കും സിനിമയിൽ വളരെ ഗ്രാജുവൽ ആയിട്ട് ജാക്കിന്റെ വളരെ ദുരൂഹത നിറഞ്ഞ ആ ഒരു പാസ്റ്റ്, ആ ഒരു ഭൂതകാലം കൂടി കാണിക്കുന്നുണ്ട്. ലില്ലിയെ ജൂണിന് ലഭിച്ചത് ഒരു സാത്താനിക് വർഷിപ്പ് ഗ്രൂപ്പിൽ നിന്നായിരുന്നു. സാന്റേ ഡാബോ എന്ന മാന്ത്രികന്റെ നേതൃത്വത്തിലുള്ള ആ സംഘം ആരാധിച്ചിരുന്ന അബ്രാക്സ് എന്ന ഒരു ഡീമനാണ് ലില്ലിയുടെ ശരീരത്തെ ബാധിച്ചിട്ടുള്ളത്. അവൾ അയാളെ മിസ്റ്റർ റിഗിൾസ് എന്നാണ് വിളിച്ചിരുന്നത്.
വരുന്നത്. സാൻഡർ ഡാബോയും സംഘവും ചേർന്ന് നടത്തിയ ഒരു കൂട്ടക്കൊരുതിയിൽ ആ സംഘത്തിലെ ബാക്കി എല്ലാവരും മരിച്ചപ്പോൾ ലില്ലി മാത്രമാണ് രക്ഷപ്പെട്ടത്. അതിന്റെ കാരണം അവളുടെ ദേഹത്ത് അബ്രാക്സ് അഥവാ മിസ്റ്റർ റിഗിൾസ് എന്ന ഒരു ബാധ ബാധിച്ചതുകൊണ്ടാണ്. ഈ ചെകുത്താൻ തന്നെയാണ് ജാക്കിന്റെ ഷോയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. ലില്ലിയിലൂടെ ജാക്കിനോട് മിസ്റ്റർ റിഗിൾസ് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന്. Don't be a fool. We go way back. We met amongst the tall trees. Remember? സത്യത്തിൽ അവർ തമ്മിൽ ഒരു ഡീല് വളരെ മുമ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് അവസാനം ജാക്ക് ഒരു സ്വപ്നം പോലെ കാണുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത്. അയാൾ പഴയ എപ്പിസോഡുകൾ വീണ്ടും ചെയ്യുന്നത് പോലെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് കാണിക്കുന്നു. ജാക്ക് എപ്പോഴും സന്ദർശിച്ചിരുന്ന ദ ഗ്രോവ് എന്ന ക്യാമ്പിൽ വെച്ച് സാൻഡോ ഡാബോയെയും സംഘത്തെയും പരിചയപ്പെടുകയും അവിടെ വെച്ച് ജാക്ക് തന്റെ ഷോ കൂടുതൽ വൈറലാകാനും ഫേമസ് ആകാനും വേണ്ടി ജാക്കിന്റെ ഭാര്യയുടെ ജീവൻ ആ ഡെവിളിന് ദാനം നൽകുകയും ചെയ്യുകയാണ്. അങ്ങനെയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും പുകവലിക്കാത്ത അയാളുടെ ഭാര്യ മിന്നി എന്ന് വിളിക്കുന്ന മാഡ്ലൈന് ലങ് ക്യാൻസർ ബാധിക്കുന്നത്. സോ യഥാർത്ഥത്തിൽ അയാൾ തന്നെയാണ് മെഡ്ലൈന്റെ ക്യാൻസറിന് കാരണം. അയാൾ കാണുന്ന സ്വപ്നത്തിൽ ക്യാൻസർ മൂലം വേദന കൊണ്ട് പുളയുന്ന മെഡ്ലൈൻ വേദന ഇനി താങ്ങാൻ വയ്യ, അതുകൊണ്ട് തന്നെ കൊന്നുകളയാൻ അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലുള്ള ലില്ലിയുടെ ആരാധന സമയത്തുള്ള ആ ഒരു കത്തി ഉപയോഗിച്ച് ജാക്ക് അവളെ കുത്തിക്കൊല്ലുന്നു. അതേസമയം തന്നെ സീൻ യഥാർത്ഥത്തിലുള്ള സ്റ്റുഡിയോയിലേക്ക് മാറുകയും അവിടെ വെച്ച് ജാക്ക് മനസ്സിലാക്കുന്നു താൻ സത്യത്തിൽ കുത്തിയത് ലില്ലിയെ ആണെന്ന്. ഇതെല്ലാം ലൈവായിട്ട് TV-യിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ അത്യാർത്ഥി തന്നെ ഇതിനെല്ലാം വിനയായി മാറുന്നു. അപ്പോൾ അയാള് ഡെവിളുമായിട്ടുണ്ടാക്കിയ ഡീലിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ് ഈ ഭീകര സംഭവങ്ങളെല്ലാം തന്നെ. സോ ആ ഡീലിന് വേണ്ടി അയാൾ കൊടുത്ത വിലയായിരുന്നു അത്. ഞെട്ടിത്തെറിച്ച് മറ്റ് ശവശരീരങ്ങൾക്കരികിലായി അയാൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൂരെ നിന്നും പോലീസ് വരുന്നതിന്റെ സൈറൻ കേൾക്കുന്നു. അവിടെ പടം തീരുന്നു.